നമ്മുടെ ഓഫീസുകളിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില റൂമുകൾ ഉണ്ടാവും. ആ റൂമുകളിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ ആക്സസ് ചില സ്റ്റാഫിന് മാത്രം നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ സൊല്യൂഷന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മാസ്റ്റർ പ്രൊഡക്റ്റ്. ഇതിനൊരു സ്ലേവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ ഇന്നർ ഭാഗത്തും, അതായത് നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിലും അതിന്റെ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ സ്ലേവ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ മാഗ്നറ്റിക് ലോക്കാണ്, EM ലോക്ക് എന്ന് പറയും. ഇങ്ങനെ 3 പ്രൊഡക്റ്റ് കൂടിച്ചേർന്ന ഒരു സൊല്യൂഷനാണ് ഈ ഡോർ ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡിവൈസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് റെക്കഗ്നീഷൻ ബയോമെട്രിക് സിസ്റ്റം ആണ്. പലപ്പോഴും ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ ഒരേ ഷേപ്പിലുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ താടിയുള്ള ആൾക്കാരെ വരുമ്പോഴൊക്കെ അത് ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പോൾ A എന്ന് പറയുന്ന ആള് B എന്ന് പറയുന്ന ആൾക്ക് താടി, രണ്ടുപേർക്ക് ഒരുപോലത്തെ താടി ഉണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഒരുപോലത്തെ ഒരു വട്ടം മുഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേര് വന്നാലും എൻട്രി വരുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഒരുപാട് ഫീച്ചേഴ്സ്, ഓൾമോസ്റ്റ് 7000 ഫേസസ് വരെ നമുക്ക് ഇതിൽ റീഡ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ കൂടെ തമ്പ് ഇംപ്രഷനും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കാർഡ് ആക്സസും നോർമലി പണ്ടത്തെ സിസ്റ്റം പ്രകാരം ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് എൻട്രി വരുന്ന ഒരു ഫെസിലിറ്റി കൂടെ നമ്മളെ ഈ പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. ഇത് നോർമലി ലോക്ക്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മളെ സ്റ്റാഫിന്റെ ഒരാൾ ഇതിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ വന്ന് നിൽക്കും, സക്സസ്ഫുള്ളി വെരിഫൈഡ് യൂസർ ID 7, ഓക്കെ, എന്റെ പേര് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏതൊക്കെ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ആണോ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമേ ഈ ഡോറിലോട്ടുള്ള എൻട്രി പോസിബിൾ ആയിട്ടുള്ളൂ. നോർമലായിട്ട് നമ്മളിത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലാറ്റുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അതിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യാൻ ഈ ഡിവൈസ് യൂസ് ചെയ്യും. മാത്രമല്ല ഒരുപാട് പേരുടെ യൂസേഴ്സ് ഇതിൽ കൂടുമ്പോൾ എൻട്രി ചെയ്യുമ്പോൾ ജാം ആവാനുള്ള അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ യൂസേഴ്സിനൊക്കെ താങ്ങാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഹാങ് ആവും. സോ പ്രോപ്പർ റിപ്പോർട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്കൊരു 3 lakh ലോഗ് ആ കപ്പാസിറ്റി അതിൽ ഉണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ നെറ്റ്വർക്കിലുള്ള സിസ്റ്റം യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു 3-4 മാസത്തോളം ഇതിൽ സേവ് ചെയ്യാനും പറ്റും. ഓക്കെ.